മട്ടൺ സൂപ്പ് അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ എന്നും തയ്യാറാക്കിയെടുക്കും, പക്ഷേ എന്നും കഴിക്കണ്ട കേട്ടോ. അപ്പോൾ മട്ടൺ സൂപ്പ് ഞാനൊരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് മട്ടൻ്റെ എല്ല് കഷ്ണങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പച്ചമല്ലി, കുരുമുളക്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് ഒരു 4-5 വിസിൽ വന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ചേർത്തതിൻ്റെ ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് കുക്കാവണം. അതാണ് സൂപ്പിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ മട്ടൻ നന്നായിട്ട് വന്നിട്ടുണ്ട്, എല്ലൊക്കെ ഊരി പോരുന്നുണ്ട്, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൂടെ അരച്ച് മാറ്റിയിട്ട് ഒന്ന് തെളിവെള്ളം ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നെയ്യ്, ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ വലിയ ജീരകം, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി വേറൊരു പാനിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പ്രസവിച്ചെടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സൂപ്പ് കൂടിയാണ്. നല്ല ഹെൽത്തി സൂപ്പാണ്. അപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സൂപ്പാണ്. ഞാൻ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നായിരുന്നത്. ആ ഒരു സൂപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നല്ലൊരു ഹെൽത്തി സൂപ്പാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളൊക്കെ കുടിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സൂപ്പാണ്. ട്രൈ ചെയ്യുക കേട്ടോ.